Dear friends, once again welcome back to ARHU Info Plus YouTube channel. Today's topic is element of cost. What are the various elements of cost? There are three elements of cost: material, labor and expenses. You know what is total cost? In cost accounting, we classifies the cost to the maximum possible extent and thereby cost control, cost reduction is to be achieved. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് പരമാവധി കോസ്റ്റിനെ അനലൈസ് ചെയ്യുകയാണ്. കഴിയാവുന്നത്രയും വിധത്തിൽ ടോട്ടൽ കോസ്റ്റ് കീറി മുറിച്ചുകൊണ്ട് കോസ്റ്റ് റിഡക്ഷനും കോസ്റ്റ് കൺട്രോളും സാധ്യമാക്കുക എന്നതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്ന വർക്ക്. പ്രൊഫഷണലായ രീതിയിൽ കോസ്റ്റിനെ അനലൈസ് ചെയ്യുകയും അതുവഴി കോസ്റ്റ് റിഡക്ഷനും കോസ്റ്റ് കൺട്രോളും സാധ്യമാക്കുക എന്നതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ലക്ഷ്യം. വാട്ട് ഈസ് ദ എലമെൻ്റ് ഓഫ് കോസ്റ്റ്? കോസ്റ്റിനെ നമ്മൾ ഈ പറഞ്ഞ രൂപത്തിൽ അനലൈസ് ചെയ്യുമ്പോൾ ടോട്ടൽ കോസ്റ്റിനെ നമുക്ക് പ്രധാനമായും മൂന്നായി തിരിക്കാം: മെറ്റീരിയൽ കോസ്റ്റ്, ലാബർ കോസ്റ്റ് ആൻഡ് അതർ എക്സ്പെൻസസ്. ദീസ് ആർ ദ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്: മെറ്റീരിയൽ കോസ്റ്റ്, ലാബർ കോസ്റ്റ് ആൻഡ് other expenses. Three elements. These three can be again divided into direct and indirect. Material cost may be direct material cost and indirect material cost. Labor cost may be direct labor cost as well as indirect labor cost. And also other expenses can be direct other expenses as well as indirect other expenses. Okay. Look at the picture. Cost can be three: material, labor, expenses. These three again divided into direct as well as indirect. Direct material cost, indirect material cost. Direct labor cost, indirect labor cost. Direct other expenses, indirect other expenses. Indirect expenses. The sum total of indirect expenses, whatever may be the nature, material, labor or expenses. The sum total of all indirect expenses are called overheads. The sum total of all indirect expenses are called overheads. Overheads may be factory overheads, office overheads, selling overheads, distribution overheads. Okay. The sum total of indirect expenses is known as overheads. This is the picture of elements of cost. Elements of cost: material cost, labor cost and other expenses. ഓരോന്നും ഡയറക്റ്റും ആവാം ഇൻഡയറക്റ്റും ആവാം. ഇൻഡയറക്റ്റ് കോസ്റ്റിൻ്റെ ടോട്ടലാണ് ഓവർഹെഡ്സ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നും പരിശോധിക്കാം. വാട്ട് ഈസ് മെറ്റീരിയൽ കോസ്റ്റ്? ഫസ്റ്റ് ഓഫ് ഓൾ, മെറ്റീരിയൽ കോസ്റ്റ് എന്താണ്? ഒരു സ്ഥാപനത്തിൽ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ അവർക്ക് വരുന്ന ചെലവിൻ്റെ ഭൂരിഭാഗവും 60%, ഒട്ടുമിക്ക മേഖലകളിലും 60% മെറ്റീരിയൽ കോസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഉദാഹരണത്തിന് ഒരു ബിൽഡിങ് പണിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ മേജർ പോർഷൻ മെറ്റീരിയൽ കോസ്റ്റ് ആണല്ലോ. മീൻസ് ബിൽഡിങ് ഉണ്ടാക്കാൻ വേണ്ട സാധന സാമഗ്രികളുടെ ചിലവ്. അപ്പോൾ മേജർ കോസ്റ്റാണ് മെറ്റീരിയൽ കോസ്റ്റ്. For the achievement of objectives of cost accounting, material cost is to be controlled. സെപ്പറേറ്റ് അക്കൗണ്ടിങ് മെറ്റീരിയൽ കോസ്റ്റുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വരും. കാരണം ടോട്ടൽ കോസ്റ്റ് അനലൈസ് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട ഒരു എലമെൻറ്റ് മെറ്റീരിയൽ കോസ്റ്റാണ്.
അതുകൊണ്ട് മെറ്റീരിയലിനെ കുറിച്ച് നമ്മൾ ഒരു പ്രത്യേക ചാപ്റ്ററായിട്ട് പഠിക്കും. മെറ്റീരിയൽ കോസ്റ്റ് റെക്കോർഡ് ചെയ്യുന്ന രീതികളും അതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളും മെറ്റീരിയൽ എന്ന ഒരു പ്രത്യേക ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. ഓരോ എലമെൻറ്റും ഓരോ ചാപ്റ്ററാണ്. മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ് ആൻഡ് ഓവർഹെഡ്സ്. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് എന്താണ്? റോ മെറ്റീരിയൽസ് നമുക്കറിയാം. ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഫിസിക്കൽ മാറ്റർ ഓർ സബ്സ്റ്റൻസ് ഫ്രം വിച്ച് ദ പ്രോഡക്റ്റ് ഈസ് മെയ്ഡ്, അതാണ് മെറ്റീരിയൽ. ഓക്കെ. ഒരു ബിൽഡിംഗ് എടുക്കുമ്പോൾ ബിൽഡിങ് കെട്ടിപ്പണിയാൻ ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയലും, മണൽ, സിമൻറ്റ്, കല്ലുകൾ, ഇങ്ങനെ ബിൽഡിങ് എടുക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും, that is material cost. The matter or substance from which the product is made, that is called material. Material is of two types, direct material and indirect material. എന്താണ് വ്യത്യാസം? ഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് മെറ്റീരിയലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? Direct materials are those materials which can conveniently be identified with and allocated to a particular job, product or process. Okay. In other words, materials that become part of the finished goods are called direct materials. രണ്ട് രീതിയിൽ പറയാം. ഡയറക്റ്റ് മെറ്റീരിയൽ എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് രീതിയിൽ പറയാം. Direct materials are those materials which can conveniently be identified with and allocated to a particular job, product or process. ഒരു മെറ്റീരിയൽ കോസ്റ്റ് സംഭവിച്ചിരിക്കുന്നത് ഇന്ന ജോബിനാണ്, അല്ലെങ്കിൽ ഇന്ന പ്രോഡക്റ്റിനാണ്, അല്ലെങ്കിൽ ഇന്ന പ്രോസസ്സിനാണ് എന്ന് പ്രത്യേകം ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിന് മറ്റ് ടൂൾസുകളൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരിട്ട് ഏതൊരാൾക്കും കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഇന്ന പ്രോസസ്സിലേക്ക്, ഇന്ന പ്രോഡക്റ്റിലേക്ക്, അല്ലെ ഇന്ന ജോബിലേക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റാണ് മെറ്റീരിയൽ കോസ്റ്റ്. അങ്ങനെയുള്ള മെറ്റീരിയൽ കോസ്റ്റിനാണ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ മെറ്റീരിയൽസ് ദാറ്റ് ബിക്കം പാർട്ട് ഓഫ് ദ ഫിനിഷ്ഡ് ഗുഡ്സ് ആർ കോൾഡ് ഡയറക്റ്റ് മെറ്റീരിയൽസ്. ഫിനിഷ്ഡ് ഗുഡ്സിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഒരു പെൻസിൽ. ആ പെൻസിൽ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽസ്, നമുക്ക് അത് നേരിട്ട് കാണാൻ പറ്റുന്ന മെറ്റീരിയൽസ് ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ടുള്ള മെറ്റീരിയൽസ്. ഒരു മേശയുണ്ടാക്കിയ വുഡ്സിൻ്റെ മെറ്റീരിയൽസ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇറ്റ് ബിക്കംസ് പാർട്ട് ഓഫ് ദ ഫിനിഷ്ഡ് ഗുഡ്സ്. ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ പാർട്ടാവുന്ന മെറ്റീരിയൽസ് ആ ഫൈനൽ ഗുഡ്സിൽ നമുക്കത് കാണാൻ പറ്റും. അത്തരം മെറ്റീരിയൽസാണ് ഡയറക്റ്റ് മെറ്റീരിയൽസ്. ഓക്കെ. ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? കോട്ടൺ ഇൻ ടെക്സ്റ്റൈൽ മിൽ, ക്ലേ ഇൻ ബ്രിക്സ്, ലെതർ ഇൻ ഷൂസ്, സ്റ്റീൽ ഇൻ മെഷീൻ, ക്ലോത്ത് ഇൻ ഗാർമെൻറ്റ്, ടിമ്പർ ഇൻ ഫർണിച്ചർ, ഗോൾഡ് ഓർ സിൽവർ ഇൻ ജ്വല്ലറി. ഇത്തരം ഐറ്റംസൊക്കെ ഡയറക്റ്റ് മെറ്റീരിയൽസിന് ഉദാഹരണങ്ങളാണ്. ഓക്കെ. ദ നെക്സ്റ്റ്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ്. വാട്ട് ഈസ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ്? ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് ആർ ദോസ് മെറ്റീരിയൽസ് വിച്ച് കനോട്ട് കൺവീനിയൻ്റ്ലി ബി ഐഡൻറ്റിഫൈഡ് വിത്ത് എ പർട്ടിക്കുലർ പ്രോഡക്റ്റ്, ജോബ് ഓർ പ്രോസസ്. ഓക്കെ. മെറ്റീരിയൽസാണ്, എങ്കിലും അത് നമുക്ക് കൃത്യമായിട്ട് ഒരു പ്രത്യേക ജോബ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രോസസ്സ്, അല്ല എങ്കിൽ ഒരു പ്രത്യേക പ്രോഡക്റ്റിന് നേരിട്ട് ചാർജ് ചെയ്യാൻ സാധിക്കില്ല. ഉദാഹരണത്തിന് ഓയിൽ, ഗ്രീസ്, ലൂബ്രിക്കൻസ്, കൺസ്യൂമബിൾ സ്റ്റോഴ്സ്, ക്ലീനിങ് മെറ്റീരിയൽസ്, കോട്ടൺ വേസ്റ്റ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി മെറ്റീരിയൽസ്. ഇത്തരം ചെലവുകൾ ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് കോസ്റ്റിന് ഉദാഹരണമാണ്.
ഒരു പ്രത്യേക പ്രോഡക്റ്റ് അല്ലെങ്കിൽ പ്രത്യേക പ്രോസസ്സ്, പ്രത്യേക ജോബ്, ഇതിലേക്ക് ചാർജ് ചെയ്യാൻ സാധിക്കാത്ത ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കോസ്റ്റാണ് ഈ പറഞ്ഞ കോസ്റ്റുകൾ. നമ്മൾ മെഷീൻ യൂസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഓയിൽ, ഗ്രീസ്, ലൂബ്രിക്കൻസ് ഇതൊക്കെ മെറ്റീരിയൽസ് ആണല്ലോ. എന്നാൽ ഇതും ഒന്നും ഫൈനൽ പ്രോഡക്റ്റിൽ നമുക്ക് നേരിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. ഓക്കെ, ക്ലീനിങ് മെറ്റീരിയൽസ്, കോട്ടൺ വേസ്റ്റ് ഇതൊക്കെ നമ്മൾ പ്രോഡക്റ്റിൻ്റെ ഉൽപ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. എന്നാൽ നമുക്ക് ഫൈനൽ പ്രോഡക്റ്റിൽ ഇതിനെ കാണാനോ ഇന്ന ജോബിന് വേണ്ടിയിട്ടാണ്, ഇന്ന പ്രോഡക്റ്റിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇന്ന പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു കോസ്റ്റ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ പറയാൻ സാധിക്കില്ല. അത്തരം മെറ്റീരിയൽ കോസ്റ്റുകളാണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. ഓക്കെ, ദ നെക്സ്റ്റ് ഈസ് ലേബർ കോസ്റ്റ്. മെറ്റീരിയൽ കോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോസ്റ്റാണ് ലേബർ കോസ്റ്റ്. ലേബർ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും കാൽക്കുലേറ്റ് ചെയ്യാനുമുള്ള ടെക്നിക്കുകൾ ലഭ്യമാണ്. നമ്മുടെ മറ്റൊരു ചാപ്റ്ററാണ് ലേബർ കോസ്റ്റ്. കോസ്റ്റ് റിഡക്ഷനും കോസ്റ്റ് കൺട്രോളും സാധ്യമാവണമെങ്കിൽ ലേബർ കോസ്റ്റ് ഈസ് ടു ബി ഐഡൻറ്റിഫൈഡ് ആൻഡ് ദെർബൈ ഇറ്റ് ഈസ് ടു ബി കൺട്രോൾഡ്. ലേബർ കോസ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കോസ്റ്റാണ്. മെറ്റീരിയൽ കോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ മേജർ കോൺട്രിബ്യൂഷൻ നടത്തുന്ന ടോട്ടൽ കോസ്റ്റിൻ്റെ മേജർ പോർഷനും എന്ത് തന്നെയാണ്? ലേബർ കോസ്റ്റാണ്. മെറ്റീരിയൽ കോസ്റ്റ് 60% ആണെങ്കിൽ ഏകദേശം ഒരു 30% എങ്കിലും ലേബർ കോസ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ബാക്കി 10% ആണ് അതർ എക്സ്പെൻസ് വരുന്നത്. ജനറലി അങ്ങനെയാണ്. ഒട്ടുമിക്ക മേഖലകളിലും ഈ ഒരു പ്രപ്പോർഷനിലാണ് ടോട്ടൽ കോസ്റ്റ് ഡിവിഷൻ നടത്താറുള്ളത്. ലേബർ കോസ്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ ഡയറക്റ്റ് ആവാം, ഇൻഡയറക്റ്റ് ആവാം. എന്താണ് ലേബർ കോസ്റ്റ്? റെമ്യൂണറേഷൻ ഓർ ലേബർ. റെമ്യൂണറേഷൻ പെയ്ഡ് ടു ലേബേഴ്സ് in the form of wages. ഓക്കെ, ഹ്യൂമൻ എഫേർട്ട് ആവശ്യമാണല്ലോ ഫോർ ദ കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽ ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ്. ഹ്യൂമൻ എഫേർട്ട് ഈസ് റിക്വയർഡ്. സച്ച് ഹ്യൂമൻ എഫേർട്ട് ഈസ് കോൾഡ് ലേബർ. ഓക്കെ, ലേബർ ഫോഴ്സ് അവർക്ക് കൊടുക്കേണ്ടി വന്ന ഹ്യൂമൻ എഫേർട്ടിന് കൊടുക്കേണ്ടി വന്ന എക്സ്പെൻസുകൾക്കാണ് ലേബർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലേബർ എന്ന് പറയുന്നത് ഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞാൽ നേരത്തെ മെറ്റീരിയൽസിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി നേരിട്ട് ഏർപ്പെട്ട തൊഴിലാളികളെയാണ് ഡയറക്റ്റ് ലേബർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഡയറക്റ്റ് ലേബർ ഈസ് ദ ലേബർ വിച്ച് ക്യാൻ കൺവീനിയൻ്റ്ലി ബി ഐഡൻറ്റിഫൈഡ് വിത്ത് എ പർട്ടിക്കുലർ പ്രോഡക്റ്റ്, ജോബ് ഓർ പ്രോസസ്. ഓക്കെ, ഡയറക്റ്റ് ലേബർ ഈസ് ഡയറക്ട്ലി എൻഗേജ്ഡ് ഓൺ പ്രൊഡക്ഷൻ. ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കുന്നതിൽ നേരിട്ട് ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്ക് നൽകുന്ന വേതനമാണ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ്. ഇന്ന ജോബിനാണ്, ഇന്ന പ്രോസസ്സിനാണ്, അല്ലെങ്കിൽ ഇന്ന പ്രോഡക്റ്റിനാണ് ഇത്ര ലേബർ കോസ്റ്റ് വന്നത് എന്ന് വളരെ കൃത്യമായ രീതിയിൽ, സൗകര്യപ്രദമായ രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. അത്തരം ലേബർ കോസ്റ്റാണ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ്. ഓക്കെ, the next is indirect labor cost. It is the labor which is not directly engaged on production. പ്രൊഡക്ഷനിൽ നേരിട്ട് ബന്ധപ്പെടാത്ത ലേബർ കോസ്റ്റും ഉണ്ടാകുമല്ലോ. ഉദാഹരണത്തിന് ക്ലീനേഴ്സ്, ഇൻസ്പെക്ടേഴ്സ്, ഫോർമാൻ, സ്റ്റോക്ക് കീപ്പർ, സൂപ്പർവൈസേഴ്സ്, പ്യൂണ്, വാച്ച്മാൻ, സെയിൽസ്മാൻ, ഡയറക്ടേഴ്സ്, ഇങ്ങനെ ഒരുപാട് തൊഴിലാളികൾ, ഹ്യൂമൻ എഫേർട്ടുകൾ ഒരു സ്ഥാപനത്തിലുണ്ടാകും. അത്തരം ആളുകൾക്ക് നൽകിയിരിക്കുന്ന ലേബർ കോസ്റ്റ്, വേജസ്,
ഇത് ഡയറക്റ്റ് ഇന്ന പ്രോഡക്റ്റിലേക്കോ ഇന്ന ജോബിലേക്ക് അല്ലെങ്കിൽ ഇന്ന പ്രോസസ്സിലേക്ക് നേരിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. അത്തരം ലേബർ കോസ്റ്റാണ് ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ്. ഓക്കെ, ലേബർ കോസ്റ്റ് തന്നെയാണ്, എങ്കിലും നേരിട്ട് ഒരു പ്രോഡക്റ്റിലേക്കോ പ്രോസസ്സിലേക്കോ ജോബിലേക്കോ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. കോമൺ ആണ്. സോ ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റാണ് ഇത്തരം കോസ്റ്റുകൾ. ദ നെക്സ്റ്റ് ഈസ് എക്സ്പെൻസസ്, അതർ എക്സ്പെൻസസ്. മെറ്റീരിയൽ കോസ്റ്റും ലേബർ കോസ്റ്റും അല്ലാത്ത എല്ലാ എക്സ്പെൻസുകളുമാണ് അതർ എക്സ്പെൻസസ് എന്ന് പറയപ്പെടുന്നത്. ഓൾ കോസ്റ്റ് അതർ ദാൻ മെറ്റീരിയൽ ആൻഡ് ലേബർ ആർ ടേംഡ് ആസ് അതർ എക്സ്പെൻസസ്. Expenses are of two types, as same in the case of labor cost, material cost. Other expenses രണ്ട് രീതിയിലാണ്, ഡയറക്റ്റ് ആസ് വെൽ ആസ് ഇൻഡയറക്റ്റ്. Direct expenses means direct expenses are those expenses which are neither direct material nor direct labor but are directly charged to product or job or process. Direct other expenses എന്ന് പറഞ്ഞാൽ അത് മെറ്റീരിയൽ കോസ്റ്റും അല്ല ലേബർ കോസ്റ്റും അല്ല, എങ്കിലും ഒരു പ്രത്യേക പ്രോഡക്റ്റിലേക്കോ പ്രോസസ്സിലേക്കോ ജോബിലേക്കോ നേരിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഉദാഹരണത്തിന് ട്രാവലിംഗ് എക്സ്പെൻസസ് ടു ദ സൈറ്റ്, എക്സ്പെരിമെൻ്റൽ കോസ്റ്റ്. ഒരു പ്രത്യേക പ്രോഡക്റ്റിനാണ് ഇന്ന പ്രോസസ്സിനാണ് സംഭവിച്ചത് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. എന്നാൽ അത് മെറ്റീരിയൽ കോസ്റ്റും അല്ല ലേബർ കോസ്റ്റും അല്ല. ഒരു പ്രോഡക്റ്റുമായിട്ട് അല്ലെങ്കിൽ പ്രോസസ്സുമായിട്ട് അല്ലെങ്കിൽ ഒരു ജോബുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇന്ന കാര്യത്തിന് വന്ന ചിലവാണ് എന്ന് പ്രത്യേകം പറയാൻ വേണ്ടി സാധിക്കും, എങ്കിലും അത് ലേബർ കോസ്റ്റും അല്ല മെറ്റീരിയൽ കോസ്റ്റും അല്ല. അത്തരം കോസ്റ്റുകളാണ് ഡയറക്റ്റ് അതർ എക്സ്പെൻസസ്. ഓക്കെ. ഹയർ ചാർജസ് ഓഫ് സ്പെഷ്യൽ മെഷീനറി ഫോർ എ പർട്ടിക്കുലർ ജോബ്, എക്സൈസ് ഡ്യൂട്ടി, ഇങ്ങനെയുള്ള ഒരു പ്രത്യേക ജോബിന് വേണ്ടിയിട്ട് വന്ന മെഷീൻ ഹയർ ചാർജ്, ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ അത്തരം കോസ്റ്റുകൾ ആണ് ഡയറക്റ്റ് എക്സ്പെൻസസിൽ വരുന്നത്. ഇനി ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ലേബർ കോസ്റ്റും അല്ല മെറ്റീരിയൽ കോസ്റ്റും അല്ല, മാത്രമല്ല ഒരു പ്രത്യേക പ്രോഡക്റ്റ് ജോബ് ഓർ പ്രോസസ്സ് ഇതുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുത്താനും സാധ്യമല്ല. അത്തരം കോസ്റ്റുകളാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഓക്കെ. ഉദാഹരണത്തിന് ഡിപ്രിസിയേഷൻ, ഇൻഷുറൻസ്, ടാക്സ്, അഡ്വർടൈസിങ്, പവർ ആൻഡ് ലൈറ്റിംഗ്, ഇങ്ങനെയുള്ള ചിലവുകൾ, റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്, ഇത്തരം വർക്കുകൾ ഇൻഡയറക്റ്റ് അതർ എക്സ്പെൻസസിന് ഉദാഹരണങ്ങളാണ്. ഓക്കെ. വാട്ട് ഈസ് ഓവർഹെഡ്സ്? ഓവർഹെഡ്സ് എന്നാൽ ഇൻഡയറക്റ്റ് ചാർജസ് എന്നാണ് അതിൻ്റെ മീനിങ്. ഇൻഡയറക്റ്റ് ചാർജസ്, നേരത്തെ പറഞ്ഞതുപോലെ ഇൻഡയറക്റ്റ് എക്സ്പെൻസസുകളുടെ കൂട്ടമാണ് ഓവർഹെഡ്സ്. ഓവർഹെഡ്സ് ആർ ദ അഗ്രിഗേറ്റ് ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. പൊതുവെ അങ്ങനെയാണ് പറയുക. അഗ്രിഗേറ്റ് ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളുടെ കൂട്ടം, അത് മെറ്റീരിയൽ ആവട്ടെ ലേബർ ആവട്ടെ അതർ എക്സ്പെൻസ് ആവട്ടെ, ഇൻഡയറക്റ്റ് എക്സ്പെൻസസുകളുടെ ഒരു കൂട്ടത്തെയാണ് ഓവർഹെഡ്സ് എന്ന് പറയാം. ഓക്കെ. ദീസ് ആർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. Overheads cannot be conveniently and directly charged to a specific cost center or cost unit. These are to be apportioned or absorbed. ഓക്കെ, ഒരു പ്രത്യേക ചാപ്റ്ററാണ് ഓവർഹെഡ് അക്കൗണ്ടിങ്. മെറ്റീരിയൽ കോസ്റ്റ് ലേബർ കോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ചാപ്റ്ററാണ് ഓവർഹെഡ് അക്കൗണ്ടിങ്, ഓവർഹെഡ്സ്. അവിടെ നമ്മൾ പഠിക്കുന്നത് ഓവർഹെഡ്സ് എന്തൊക്കെയാണെന്നും അത് കൃത്യമായ ബേസിസ്, ഒരു പ്രത്യേകമായ അടിസ്ഥാനത്തിൽ അപ്പോർഷൻമെൻറ്റ് നടത്തുന്നു, അബ്സോർപ്ഷൻ നടത്തുന്നു, റീഅപ്പോർഷൻമെൻറ്റ് നടത്തുന്നു, അപ്പോർഷൻമെൻറ്റ് നടത്തുന്നു, റീഅപ്പോർഷൻമെൻറ്റ് നടത്തുന്നു, അബ്സോർപ്ഷൻ നടത്തുന്നു. ഇതാണ് അവിടെ കൃത്യമായി പഠിക്കുന്നത്. അതായത് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഓരോ കോസ്റ്റും, ഓക്കെ, വാട്ട് എവർ മേ ബി ദ കോസ്റ്റ്, ഏത് നാച്ചുറലുള്ള കോസ്റ്റ് ആയാലും അതിനെ നമ്മൾക്ക് കൃത്യമായിട്ടൊരു പ്രോഡക്റ്റിലേക്കോ ഒരു ജോബിലേക്കോ ഒരു പ്രോസസ്സിലേക്കോ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കണം. നേരിട്ട് സാധിക്കാത്ത ഇത്തരം ഓവർഹെഡുകളെ
അപ്പോർഷൻമെൻറ്റ് നടത്തുന്നതിലൂടെ, റീ അപ്പോർഷൻമെൻറ്റ് നടത്തുന്നതിലൂടെ, അബ്സോർപ്ഷൻ നടത്തുന്നതിലൂടെ ഒരു പ്രത്യേക പ്രോഡക്റ്റിലേക്കോ പ്രോസസ്സിലേക്കോ ജോബിലേക്കോ ചാർജ് ചെയ്യുക. കോസ്റ്റ് സെൻറ്റർ ഓർ കോസ്റ്റ് യൂണിറ്റ്, അതാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത്. കോസ്റ്റ് കൺട്രോൾ, കോസ്റ്റ് റിഡക്ഷൻ സാധ്യമാക്കാൻ വേണ്ടി ഇത്തരം വർക്കുകൾ ആവശ്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഓവർഹെഡ് അക്കൗണ്ടിങ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എന്താണ് ഓവർഹെഡ്സ് എന്ന് പറഞ്ഞാൽ? ഓവർഹെഡ്സ് ആർ ഇൻഡയറക്റ്റ് ചാർജസ്. ദീസ് ആർ ദ അഗ്രിഗേറ്റ് ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഇതിനെ നമ്മൾ നേരിട്ട് നമുക്കറിയില്ല ഏത് പ്രോഡക്റ്റിനാണ്, ഏത് പ്രോസസ്സിനാണ്, ഏത് ജോബിനാണ് ഇങ്ങനെ ഒരു കോസ്റ്റ് വന്നത് എന്നറിയില്ല. ഓക്കെ, ഉദാഹരണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അത് ഈ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ആവാം, ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആവാം, ഇൻഡയറക്റ്റ് അതർ എക്സ്പെൻസ് ആവാം. ഏതും ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളുടെ കൂട്ടമാണ്, ടോട്ടലാണ് ഓവർഹെഡ്സ്. ഇതിന് നമ്മൾ ഒരു പ്രത്യേക പ്രോഡക്റ്റിലേക്കോ ജോബിലേക്കോ പ്രോസസ്സിലേക്കോ ചാർജ് ചെയ്യണമെങ്കിൽ നമുക്കൊരു കൃത്യമായ ബേസിസ് വേണം. ആ ബേസിസ് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മളവിടെ പഠിക്കും ഓവർഹെഡ് അക്കൗണ്ടിങ്ങിൽ എങ്ങനെയാണ് അപ്പോർഷൻമെൻറ്റ് നടത്തുന്നത്, റീ അപ്പോർഷൻമെൻറ്റ് നടത്തുന്നത്, അബ്സോർപ്ഷൻ നടത്തുന്നത് എന്നൊക്കെ നമ്മളവിടെ പഠിക്കും. ഇപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഓവർഹെഡ്സ് എന്താണ്? വാട്ട് ഈസ് ഓവർഹെഡ്സ്? ഓവർഹെഡ്സ് എന്നാൽ അഗ്രിഗേറ്റ് ഓഫ് ഓൾ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് അതർ എക്സ്പെൻസസ്. ഇത് ഒരു പ്രത്യേക പ്രോഡക്റ്റുമായോ പ്രോസസ്സുമായോ അല്ലെങ്കിൽ മറ്റൊരു പ്രൊഫഷണൽ ഭാഷയിൽ പറഞ്ഞാൽ കോസ്റ്റ് യൂണിറ്റ്, കോസ്റ്റ് സെൻറ്റർ. നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തരും എന്താണ് കോസ്റ്റ് യൂണിറ്റ്, എന്താണ് കോസ്റ്റ് സെൻറ്റർ എന്നുള്ളത്. ഒരു പ്രത്യേക കോസ്റ്റ് യൂണിറ്റ്, ഒരു കോസ്റ്റ് സെൻറ്റർ, ജോബ്, പ്രോസസ്, പ്രോഡക്റ്റ് എന്നുള്ള കോമൺ ഭാഷ, അതുതന്നെയാണ് കോസ്റ്റ് സെൻറ്റർ, കോസ്റ്റ് യൂണിറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഒന്നുകൂടെ പ്രൊഫഷണലായിട്ട് പറഞ്ഞതാണ് കോസ്റ്റ് യൂണിറ്റ് ആൻഡ് കോസ്റ്റ് സെൻറ്റർ. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കാത്ത ചെലവുകൾക്കാണ്, അത്തരം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസുകൾക്കാണ് ഓവർഹെഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് മറ്റൊരു പേരുണ്ട്. ഓവർഹെഡ്സ് ആർ അതർവൈസ് നോൺ ആസ് ഓൺ കോസ്റ്റ് ഓർ ബേർഡൻ, ഇങ്ങനെയൊക്കെ അറിയപ്പെടും. ഓവർഹെഡ്സ് മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ ഓൺ കോസ്റ്റ് എന്നും അതേപോലെ ബേർഡൻ എന്നും പറയാം. ഓക്കെ, ഈ ഓവർഹെഡ്സുകൾ നേരത്തെ പറഞ്ഞതുപോലെ ഫാക്ടറി ഓവർഹെഡ്സ് ആവാം, ഓഫീസ് ഓവർഹെഡ്സ് ആവാം, സെല്ലിംഗ് ഓവർഹെഡ്സ് ആവാം, അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സും ആവാം. ഓക്കെ, ഫാക്ടറിയിൽ സംഭവിച്ചതാണെങ്കിൽ ഫാക്ടറി ഓവർഹെഡ്സ് എന്ന് പറയും, ഓഫീസിൽ സംഭവിച്ചതാണെങ്കിൽ ഓഫീസ് ഓവർഹെഡ്സ് എന്ന് പറയും, സെല്ലിങ്ങുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ സെല്ലിംഗ് ഓവർഹെഡ്സ് എന്ന് പറയും, ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് എന്ന് പറയും. ഉദാഹരണങ്ങൾ നോക്കാം. ഫാക്ടറി ഓവർഹെഡ്സ് ആണ് ഫാക്ടറി റെൻറ്റ്, പ്ലാന്റ് ഡിപ്രീസിയേഷൻ, റിപ്പയേഴ്സ് ടു മെഷീനറി, ഫാക്ടറി ബിൽഡിംഗ്, ഫാക്ടറി ഇൻഷുറൻസ്, ഡ്രോയിങ് ഓഫീസ് സാലറീസ്, കോൾ, ഗ്യാസ്, പവർ, ഇതൊക്കെ ഫാക്ടറി ഓവർഹെഡ്സിന് ഉദാഹരണങ്ങളാണ്. അതേപോലെ ഓഫീസ് ഓവർഹെഡ്സിന് ഉദാഹരണങ്ങളാണ് ഓഫീസ് റെൻറ്റ്, ഓഫീസ് സാലറീസ്, പോസ്റ്റേജ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ലീഗൽ ചാർജസ്, ഓഡിറ്റ് ഫീസ്, അക്കൗണ്ടൻറ്റ് സാലറി, ഓഫീസ് ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ്, ഡിപ്രിസിയേഷൻ ഓഫ് ഫർണിച്ചർ, ടെലഫോൺ ചാർജസ്, ഡയറക്ടേഴ്സ് ഫീസ്, ഇതൊക്കെ ഓഫീസ് ഓവർഹെഡ്സ് ആണ്. അതേപോലെ സെല്ലിംഗ് ഓവർഹെഡ്സിന് ഉദാഹരണങ്ങളാണ് ബാഡ് ഡെറ്റ്സ്, സെയിൽസ്മാൻ സാലറി ആൻഡ് കമ്മീഷൻ, മാർക്കറ്റ് റിസർച്ച് എക്സ്പെൻസ്, ട്രാവലേഴ്സ് സാലറീസ്, സെയിൽസ് ഓഫീസ് ആൻഡ് ഷോറൂം എക്സ്പെൻസസ്, സെയിൽസ് മാനേജർ സാലറി, സാമ്പിൾസ്, ഫ്രീ ഗിഫ്റ്റ്, ആഫ്റ്റർ സെയിൽ സർവീസ് എക്സ്പെൻസ്, ഇതൊക്കെ സെല്ലിംഗ് ഓവർഹെഡ്സിന് ഉദാഹരണങ്ങളാണ്. അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സിന് ഉദാഹരണങ്ങളാണ് വെയർഹൗസ് സ്റ്റാഫ് സാലറി, പാക്കിംഗ് എക്സ്പെൻസസ്, ഡെലിവറി വാൻ എക്സ്പെൻസസ്, ക്യാരേജ് ഔട്ട്വാർഡ്, ഇൻഷുറൻസ് ഓഫ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, ഇത്തരം എക്സ്പെൻസുകൾ. ഓക്കെ, ഇതൊക്കെ ഓവർഹെഡ്സ് ആണ്. ഓവർഹെഡ്സ് മേ ബി ഫാക്ടറി, ഓഫീസ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ്. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ആണ്. അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഡിവിഷൻ ഓർ കോമ്പണൻസ് ഓഫ് കോസ്റ്റ് ആണ്. കോമ്പണൻസ് ഓഫ് കോസ്റ്റ് ആണ്, മാറിപ്പോകാൻ പാടില്ല. ഇന്ന് ഡിസ്കസ് ചെയ്തത് എലമെൻറ്റ്സ് ആണ്. എലമെൻറ്റ്സും കോമ്പണൻസുമായിട്ട് വ്യത്യാസം വരാൻ പാടില്ല. ഇന്ന് ഡിസ്കസ് ചെയ്തത് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ആണ്. മെറ്റീരിയൽ, ലേബർ ആൻഡ് അതർ എക്സ്പെൻസസ് എന്നത് എലമെൻറ്റ്സ് ആണ്, എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്.
അതേപോലെ കോമ്പണൻസ് ഓഫ് കോസ്റ്റ് ഉണ്ട്, ഡിവിഷൻ ഓഫ് കോസ്റ്റ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഇന്നത്തെ ടോപ്പിക്ക് വളരെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുക. നമ്മൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. പ്രോബ്ലം ഓറിയൻറ്റഡ് ആയ തിയറിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. കാര്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കുക. എന്താണ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്, എന്താണ് മെറ്റീരിയൽ കോസ്റ്റ്, എന്താണ് ലേബർ കോസ്റ്റ്, എന്താണ് അതർ എക്സ്പെൻസ്, ഇതൊക്കെ ഡയറക്റ്റ് ഉണ്ട്, ഇൻഡയറക്റ്റ് ഉണ്ട്. ഇൻഡയറക്റ്റുകളുടെ ടോട്ടലാണ് ഓവർഹെഡ്സ്. ഓവർഹെഡ്സിനെ കുറിച്ച് എക്സാമ്പിൾ സഹിതം കാര്യങ്ങൾ, ബേസിക്കായ ഇൻഫർമേഷൻസ് മനസ്സിലാക്കി വെക്കുക. ഫ്രണ്ട്സ്, ലെറ്റ് us see again with another topic in another video. ഈ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായും രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.